അസ്സലാമു അലൈക്കും. കുറേ ദിവസമായി കണ്ടിട്ടില്ലേ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ അൽഹംദുലില്ലാ സുഖം തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോണ എന്താ വെച്ചെങ്കിൽ കുറച്ച് കമൻറ്റുകൾ വന്നിച്ച്. ഞാൻ നൂറെ ഹബീബിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. നൂറെ ഹബീബിയും താത്തയും വന്നിട്ട്. അപ്പം അതിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ പോകാതിരിക്കണം, പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കുറ്റം പറയാതിരിക്കണം. കാരണം നമ്മളെ പോലെ ആരും വന്ന് വിളിക്കണില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണം, ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ ആരും വിളിക്കണമൊന്നുമില്ല. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓരോടത്ത് പോയിട്ട് നമുക്ക് ആ ഫലം കിട്ടിയില്ലെങ്കിൽ മറ്റോടത്ത് പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചണ്ടേ? ഇനി അതല്ല, പോയി എന്ന് തന്നെ വയ്ക്കുകയും പോയിട്ട് ഓലെ വിചാരിച്ച കാര്യം നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഓലെ മരിച്ചുപോയ ഉമ്മാനെയും ബാപ്പാനെയും കുടുംബവും ഗോത്രവും ഇതൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് ശരിയാണോ? നമ്മളെ കാര്യം സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഓലെ അനാവശ്യം പറയൽ ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ താത്താക്കെതിരായിട്ട് വീഡിയോ ഇട്ടത്. പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിക്കണു, കമൻറ്റിൻ്റെ മറുപടിയും കൂടിയാണ് കേട്ടോ. കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിക്കണു, നിനക്ക് എന്തറിയാം, ഞങ്ങൾക്കറിയാമെന്ന്. മക്കളെ, നിങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ പറയുന്നു. പക്ഷെ അറിയാത്ത ഞാനെങ്ങനെ പറയും? എനിക്കറിയില്ലല്ലോ അതിനെപ്പറ്റി, ഞാനവിടെ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ തങ്ങന്മാരവിടെ പോക്കില്ലേ ചോദിക്കും. ഞാനൊരു സുന്നി വിഭാഗത്തിൽപ്പെട്ട് ഞാൻ ആ ഒരു സമുദായത്തിൻ്റെ ഇതിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനും ചിലപ്പോൾ പോയിട്ടുണ്ടാവാം നല്ല പോയിട്ടുണ്ട്. സാധിച്ചതും ഉണ്ട്, സാധിക്കാത്തതും ഉണ്ട്. അതെവിടെ, എന്ത്, എങ്ങനെയെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷെ പോകുമ്പോൾ ഇപ്പം ഞാൻ പോയി എനിക്കതിൽ ഫലപ്രാപ്തി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ മറ്റേ പോയോടത്തൊക്കെ നിങ്ങളെ മുമ്പിൽ വന്ന് വീഡിയോയിൽ വന്ന് പച്ചക്ക് അനാവശ്യം വിളിച്ച് പറയലാണോ ശരി? പോയോലെ പറ്റി പച്ചക്ക് അനാവശ്യം വിളിച്ച് പറയലാണോ ശരി? നമ്മളിപ്പോൾ ഒരു ആശുപത്രി പോകുന്നുണ്ട്, ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. നമുക്ക് ആ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ രോഗം മാറും എന്നുള്ള ഉറപ്പോട് കൂടി എന്നല്ലേ നമ്മൾ പോണത്. നമുക്ക് പോയാൽ ശരിയാകും എന്നൊരു വിശ്വാസത്തിൽ പോകണം. ശരിയായില്ലെങ്കിൽ നമ്മൾ ആ ഡോക്ടർ അല്ലെങ്കിൽ അതിൽ മുന്തിയ ഡോക്ടറെ നമ്മൾ നോക്കണം. അതിലും വലിയ ആശുപത്രിക്ക് നമ്മൾ പോകണം. നമ്മളടുത്ത് ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം അടുത്തുള്ള ക്ലിനിക്കിൽ പോകും. അവിടുന്ന് തൽക്കാലത്തിന് മരുന്ന് വാങ്ങും, കുടിച്ചും ശരിയായില്ലെങ്കിൽ ഞങ്ങൾ വലിയ ആശുപത്രിയിലേക്ക് പോകും. ആ ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ് പോയോ കൊന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പ്രൈവറ്റിൽ പോവുള്ളൂ. അതുമാതിരി തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വിശ്വാസമാണ്. കാരണം നമ്മളൊരു മരുന്ന് കുടിക്കുകയാണെങ്കിലും എവിടെ പോകുകയാണെങ്കിലും നമ്മൾ വിചാരിച്ചാണ് ഇതുകൊണ്ട് നമ്മളെ രോഗം മാറുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറുമെന്നാണ് പറയണത്. ഇപ്പോൾ എവിടെ ചെന്ന് നമുക്ക് മരുന്ന് തന്നാലും ഇനിയിപ്പോൾ ആശുപത്രിയിൽ തന്നെ എന്നിട്ട് ഡോക്ടർമാരത്തോട് 1 വട്ടം 2 വട്ടം 3 വട്ടം 4 വട്ടം 5 വട്ടം ഈ മരുന്നിന് ചെല്ലുമ്പോൾ ഈ ഡോക്ടർ തന്നെ നമ്മളോട് തിരിച്ച് ചോദിക്കുക, അതെന്താ ഇത്രയും മരുന്ന് കുടിച്ചിട്ട് നിങ്ങളെ രോഗം മാറാത്തതെന്ന്. അപ്പോൾ ഈ പറയുന്ന ഡോക്ടർമാർ തന്നെ, കാരണം എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഞാനൊക്കെ എൻ്റെ കുടുംബത്തിലുള്ള ഒരു കുട്ടിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഇതേ രോഗത്തിന് കുടിക്കുമ്പോൾ ഇത്രയും കാലം ഈ മരുന്ന് കുടിച്ച നിങ്ങളെ രോഗം മാറേണ്ടതാണല്ലോ, എന്തുകൊണ്ട് മാറുന്നില്ല? കാരണം ഈ എക്കച്ചങ്കുള്ളവർക്ക് രോഗം മാറാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ്. മാറുമോ ഈ ഒരു ചിന്ത. അപ്പോൾ മറ്റേ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, എന്നോട് കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, അണക്ക് അവിടുന്ന് എന്താണ് കിട്ടിയത്? ആ ഭാഗം പറഞ്ഞുകൊണ്ട് അണക്ക് എന്താ കമ്മീഷൻ കിട്ടിയത്? മാണിക്കക്കല്ലിന് എന്താ കിട്ടിയത്? അങ്ങേ ഭാഗം പറഞ്ഞതുകൊണ്ട്. ഞാൻ അതിൽ ആരെ ഭാഗമാണ് പറഞ്ഞിരിക്കണ്? ഒരാളെ ഭാഗം പറഞ്ഞിട്ടില്ല. പോയിട്ട് വന്ന് കുറ്റം പറയുന്നതിന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കണം, അല്ലാതെ ഞാൻ ഒരാളെ ഭാഗം അതിൽ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല, എനിക്ക് ആ മനുഷ്യനെ ഞാൻ കണ്ട ഈ സോഷ്യൽ മീഡിയ കൂടെ കണ്ട പരിചയം അല്ലാതെ നേരിട്ട് കണ്ടതായിട്ടില്ല ഒരു പരിചയമൊന്നും എനിക്ക് ആരില്ല. ആ മനുഷ്യനേ ഇല്ല, അവരെ കൂടെ നിൽക്കണവരും ഇല്ല. അതുണ്ടോ ഇല്ലയോ, ശരിയാണോ ശരിയല്ലേ എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന അതിനൊക്കെ ഇഷ്ടംപോലെ പണ്ഡിതന്മാരുണ്ട്. സുഹരി ഉസ്താദ് ഉണ്ടല്ലോ, അൻസാരി സുഹരി ഉസ്താദ്, അവരൊക്കെ ആ ഉസ്താദൊക്കെ പറയുന്നത് കേട്ടില്ല നിങ്ങൾ? എത്ര ന്യായമായിട്ടാണ് ആ ഉസ്താദ് എല്ലാം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
കാരണം എന്താണ് അതിൽ തെറ്റെങ്കിൽ ആ തെറ്റ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു കൗമാണ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മൾ അങ്ങനെ മോശപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂര്യ ഉസ്താദ് അവർക്കുള്ള മറുപടി കൊടുക്കുന്നത്. അതിന് അതേമാതിരിയുള്ള നല്ല മറുപടിയാണ് ആ തങ്ങൾ ഇങ്ങോട്ടും കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തങ്ങളെ പറ്റി അറിയണം എന്നുണ്ടോ ഈ പറയണ മാതിരി തന്നെ ഞങ്ങൾക്കറിയാമെന്ന് അറിയണവരോട് അന്വേഷിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പറയണത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 50 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ജനിച്ച നാട്ടിലെത്തി. പാലക്കാട് ജില്ലയിലെ തങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറയണത് എനിക്ക് അനുഭവമുള്ളതല്ല, അതും അവരായിട്ട് വീഡിയോ കൂടെ പറയണത് ഞാൻ കേട്ടോ. ഇന്നോടത്താണ് എൻ്റെ നാട്, ഇന്നോടത്താണ് എൻ്റെ ജനനം, എൻ്റെ വാപ്പി ഇമ്മയൊക്കെ അവിടെ ഉണ്ട്, എൻ്റെ കൂട്ടവും കുടുംബമൊക്കെ അവിടെ ഉണ്ട്. അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് ഒരു വ്യക്തി ബന്ധമില്ല. തങ്ങന്മാരെ കുടുംബമാണെങ്കിൽ അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനി അവർക്ക് കഴിയട്ടെ എന്നേ പറയുള്ളൂ. കാരണം എനിക്കത് സത്യം അറിയാത്തോടത്തോളം കാലം ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പിന്നെ കമൻറ്റിൽ പറഞ്ഞവരോടും ചോദിച്ചവരോടും നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളത് പറഞ്ഞത്. പലവരും ചോദിച്ച ഒരു കാര്യമാണ്, ഒരു 300 സംതിങ് കമൻറ്റുകളിൽ വന്നിക്കണത് ഒരു 10ഓ 14ഓ കമൻറ്റ് മാത്രമാണ്. അതിൽ കൂടുതലും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എത്ര കമ്മീഷൻ കിട്ടിയെന്നാണ്. എൻ്റെ നാവിനെ ഞാൻ ഓൽക്ക് പണയം വെച്ചും കൊണ്ട് അവരുടെ പൈസ വാങ്ങി ഞാൻ കയ്യിൽ വെച്ചാൽ പിന്നെ എൻ്റെ നാവ് ചലിക്കുന്നതല്ല അവർക്ക് വേണ്ടി മാത്രമാവണം. എനിക്കറിയാം ഒരു കമ്മീഷൻ വാങ്ങിയിട്ട് നമ്മളൊരു ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ജോലി അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മാത്രമെന്നല്ല, മറ്റുള്ളവർക്ക് മാത്രമെന്നല്ല, ആരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ വാങ്ങി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. കാരണം പിന്നെ ഞാൻ കമ്മീഷൻ വാങ്ങുന്നവരുടെ നാവാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനോ സത്യസന്ധമായോ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് പറയൂല. ഞാൻ ആരുടെ കയ്യിൽ നിന്നും 10 പൈസ കമ്മീഷൻ വാങ്ങിയിട്ടുമില്ല. വാങ്ങി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ധാരണ മാത്രമാണ്. ഞാൻ വാങ്ങിയതല്ല. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, നേരിട്ടറിയില്ല, എനിക്ക് അവർ അഡ്മിനന്മാരറിയില്ല. ചിലവർ കമൻറ്റിൽ ചോദിക്കണ അഡ്മിനാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അഡ്മിനും അല്ല, അവർ അഡ്മിനും അല്ല, അവർക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ ആ താത്ത വന്ന് അങ്ങനെ പച്ചക്ക് ഉമ്മാനെയും വാപ്പാനെയും മറ്റുള്ളവരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് അങ്ങനെ പച്ചക്ക് പറയുമ്പോൾ അത് കേട്ട് ഒരു സുഖം തോന്നിയില്ല. കാരണം അത് ശരിയല്ലല്ലോ. നമ്മളെ ആരാണെങ്കിലും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മളെ പിടിച്ച് 2 തല്ലിയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അത് കൊണ്ടിട്ട് തിരിച്ചു വരും. പക്ഷേ കബറിൽ കിടക്കണ നമ്മളെ ഉമ്മാനെയും ബാപ്പാനെയും കുടുംബവും ഗോത്രമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതിനല്ലേ ഞാൻ ഈ പറഞ്ഞത്, മറുപടി പറഞ്ഞത്. ആ താത്താനോടല്ലേ ഞാൻ മറുപടി പറഞ്ഞത്, അല്ലാതെ വേറെ ആരോടും അല്ലല്ലോ. അൻസാരി സുഹരി ഉസ്താദ് അതിൻ്റെ ഒരു വീഡിയോ ഉസ്താദിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിയാൽ കാണും. ഓരോ വീഡിയോകൾ ഞാൻ ആ ഉസ്താദിൻ്റെ വീഡിയോ ഇഷ്ടം പോലെ കാണാറുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ആ മറുപടി കൊടുത്തത്. ഉസ്താദ് ഒരാൾക്കല്ല പലർക്കും മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ മറ്റുള്ളൊരു മതത്തിനെ ബഹുമാനിച്ചുകൊണ്ട് എങ്ങനെ ഒരു മറുപടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളൊരു മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് എങ്ങനെ മറുപടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതേ രൂപത്തിലാണ് കൊടുക്കുന്നത്. അതാണ് ഈ മതപരമായ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ സംസാരിക്കുമ്പോഴല്ലേ വ്യത്യാസം വരുന്നത്. കാരണം അവർക്കറിയാം എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്. ഇതൊന്നും ഇല്ലാത്ത നമ്മളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ വാപ്പാക്കും ഉമ്മാക്കും മറ്റുള്ളവർക്കൊക്കെ വിളിച്ച് അവഹേളിച്ച്. അത് ശരിയല്ലല്ലോ. നമ്മളൊരു ഉമ്മാക്കും ബാപ്പാക്കും മരിച്ചുപോയ ഉമ്മാനെയും ബാപ്പാനെയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് എത്ര വേദന ഉണ്ടാവും? അതുപോലെ തന്നെയല്ലേ അവർക്കും. ഇനി ചിലപ്പോൾ പറയാം അവരും വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. ഇത്രയും കൂടുതൽ അവരെ വിളിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ വിളിക്കാതിരിക്കുമോ? എന്തെങ്കിലും ഒരു പ്രതിരോധം അവരും ചെയ്യണ്ടേ? ഇപ്പം ഞാനാണെങ്കിലും ശരി, ഞാൻ മിണ്ടാതിരുന്ന എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെപ്പറ്റി വിമർശനങ്ങൾ വരുമ്പോൾ പരിധിയെ കൂടുതൽ വാപ്പാക്കും ഉമ്മാക്കും വിളി വരുമ്പോൾ ഞാനും തിരിച്ചു വിളിക്കൂലേ? അല്ലാതെ ഞാൻ തങ്ങളെ അഡ്മിനായിട്ടോ ഞാൻ തങ്ങളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടോ
അല്ല കമ്മീഷൻ വാങ്ങിയിട്ടോ അല്ല മറ്റുള്ളവരെയൊക്കെ ഒന്ന് കമ്മീഷൻ വാങ്ങിയിട്ടോ അല്ല ഞാൻ ചെയ്യുന്നത്. അതെനിക്ക് നല്ല ബോധ്യം എൻ്റെ തലച്ചോറിനുണ്ട്. കാരണം ഒരാളെയൊക്കെ ഒന്ന് 10 ഉറുപ്പ്യ വാങ്ങി ഞാൻ വീഡിയോ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള അവയവം എൻ്റെ നാക്കും അവർക്ക് വേണ്ടി ചലിക്കേണ്ടി വരും എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയൊന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഞാൻ ആർക്ക് വേണ്ടി സപ്പോർട്ടും നിന്നിട്ടില്ല, ഇനി നിൽക്കാനും പോകുന്നില്ല. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വർത്തമാനം പറയുമ്പോൾ ചെയ്ത തെറ്റ് നമുക്ക് പരിപൂർണമായിട്ടും അറിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. നമ്മൾ അനുഭവങ്ങൾ പറയുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ താത്ത അനുഭവങ്ങൾ മാത്രമല്ല പറഞ്ഞത്. താത്ത പറഞ്ഞ വാക്കുകൾ എന്തെല്ലാം ഒരു വാക്കുകളാണ് അതിൽ പറഞ്ഞിരിക്കണമെന്ന് അറിയാം. ഒരു വീഡിയോ അല്ല, പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി മാത്രം. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ പറയണത്. ഞാൻ പോകാറുണ്ട്, എൻ്റെ അത്യാവശ്യം എൻ്റെ കുടുംബത്തിലുള്ള ഈ ആസ്പത്രികളിലൊക്കെ പോയിട്ട് മാറാത്തൊരസുഖത്തിന് വേണ്ടി. കാരണം നമ്മളെ കൗമിലല്ലേ, നമുക്ക് അത്രയ്ക്ക് മാത്രം അറബ് ഇതൊന്നും നമുക്ക് ഓതാനും പിടിക്കാനും നമുക്കൊന്നും അറിയില്ല. ഓലൊക്കെ നല്ല വിദ്യാഭ്യാസം മതപരമായും ഭൗതികമായും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഓലൊക്കെ ചിലപ്പോൾ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ നമ്മളെ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ മാറും. വിശ്വാസം ഉള്ളവർക്ക് മാറും, അല്ലാത്തവർക്ക് മാറും എന്ന് ഞാൻ പറയുന്നില്ല. വിശ്വാസം ഉള്ളവർക്ക് മാറും. അപ്പോൾ നമ്മൾക്ക് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുകയാണ് ഇന്ന സ്ഥലത്ത് പോയാൽ എനിക്ക് എൻ്റെ രോഗം മാറും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോകും. അത് പോയിട്ട് എനിക്കത് മാറിയില്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓല അനാവശ്യം പറയാൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഓല് വിളിച്ചിട്ടല്ല ഞാൻ പോയത്, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയതാണ്. പിന്നെ അവരെ നമ്മൾ എന്തിനാ കുറ്റം പറയണത്? നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ട് മാറിയില്ലെങ്കിൽ അടുത്ത ഡോക്ടറെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഇപ്പോൾ നമുക്ക് പോയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് തന്ന് രോഗം മാറിയില്ലെങ്കിൽ ആ ഡോക്ടറെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് അനാവശ്യം വിളിച്ചു പറയുമോ? ഡോക്ടറെയും ഇതും തമ്മിൽ സൗമ്യതയിലാക്കുകയാണോ എന്ന് ചോദിക്കേണ്ട. അങ്ങനെയല്ല, നമ്മളെ വിശ്വാസം അങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്നോടത്ത് പോയി നമ്മളെ രോഗം മാറും, ഡോക്ടർമാരുടെ അടുത്ത് പോണേക്കായി ഇവിടെ പോകുന്ന നല്ലതെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ പോണത്. അപ്പം നമ്മൾ പോയിട്ട് നമ്മളെ രോഗം മാറിയില്ല എന്ന് വെച്ചെങ്കിൽ അവർ അനാവശ്യം പറയുന്നത്, നമ്മൾ പോയിട്ട് നമുക്കുണ്ടായ മോശമായ അനുഭവത്തെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ അവരെ വാപ്പാനെയും ഉമ്മാനെയും മരിച്ചു പോയവരെയും വിളിച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ശരിയാണോ? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് വന്ന കമൻറ്റിനും ആ കമൻറ്റിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ചിലവരെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ പറയണു, എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കണു, ഞാൻ വാങ്ങിയിട്ടില്ല. അങ്ങേ ഭാഗത്തേക്ക് നിന്നിട്ട് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്, അതും എനിക്ക് കിട്ടിയിട്ടില്ല. മാണിക്കക്കല്ലിന് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്, മാണിക്കക്കല്ലിന് ഒന്നും കിട്ടിയിട്ടില്ല. മാണിക്കക്കല്ല് ആരെയൊക്കെ ഒന്നും വാങ്ങാനും ഉദ്ദേശിച്ചിട്ടില്ല. ആരെയൊക്കെന്നേലും എന്തെങ്കിലും വാങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ നാക്ക് അവർക്ക് വേണ്ടി ചലിക്കേണ്ടി വരും എന്നുള്ളത് നല്ല ഉറപ്പാണ്. പിന്നെ എൻ്റെ വീഡിയോ ആവില്ല, ഞാനിടുന്ന വീഡിയോ ഒക്കെ മറ്റുള്ളവരെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിന് ഞാൻ നിൽക്കില്ല. അപ്പോൾ ഇനി ഇതിപ്പോൾ എന്നോടറിയാം അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിയോ, എന്ത് കിട്ടി, മാണിക്കക്കല്ലിന് എന്താ കിട്ടിയത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി മാത്രമേ ഞാൻ പറഞ്ഞേക്കണം. 300 സംതിങ് കമൻ്റ് ഉള്ളതിന് ഇത്രയെന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിൽ ബാക്കിയുള്ള കമൻറ്റിന് ഞാൻ നാളെ ചെയ്യാം വീഡിയോ. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിൽ ഒരുപാട് ഇപ്പോൾ തന്നെ 13 മിനിറ്റായി വീഡിയോ. അപ്പോൾ ഒരുപാട് പോകുമ്പോൾ നമുക്കൊക്കെ കുറച്ച് നെറ്റുള്ളൂ. കുറച്ച് ഒരു 140 ഉറുപ്പ്യൻ്റെ 149 ഉറുപ്പ്യൻ്റെ ഒക്കെ ചെയ്യണ ഇതുള്ളൂ. 149 അല്ല തോന്നുന്നുണ്ട്, ഇപ്പോൾ 200 അങ്ങനെ എന്തേക്കണം, 229 അങ്ങനെ എന്തേക്കണം. അതിലേക്ക് ആ ഒരു GB നെറ്റ്, അതിൻ്റെ വരുമാനമേ നമുക്കുള്ളൂ. ആ ഒരു വീഡിയോ വിടാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും ആരെങ്കിലും വേദനിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വേദനിപ്പിക്കാനോ ആരെയും സങ്കടപ്പെടുത്താനോ ആരെയും ചെളിവാരി തേക്കാനോ ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇനി ചെയ്യുമില്ല. അതെനിക്ക് എന്ത് തന്നെ ആര് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സലാം പറയാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന വീഡിയോ, കുറച്ച് ജനങ്ങൾ കണ്ട വീഡിയോ ആണത്. അതിൽ 72,073 ആളുകൾ കണ്ട വീഡിയോ.
അതിൽ വന്നിരിക്കുന്ന കമൻറ്റ് ഈ ഒരു 10-14 കമൻറ്റ് മാത്രമാണ് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നല്ല കമൻറ്റാണ്. കാരണം പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിന് പോയി എന്നുള്ള കമൻറ്റാണ് എല്ലാവരും മറക്കണം. വിശ്വാസമില്ലെങ്കിൽ എന്തിന് പോകാൻ നിൽക്കണം. കാരണം നമ്മളൊക്കെ പല രോഗത്തിനും പലരിടത്തും നമ്മൾ പോണതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ട് ഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് അനാവശ്യം വിളിച്ച് പറയല്ല. നമുക്കുണ്ടായ അനുഭവങ്ങൾ നമുക്ക് പറയാം. കാരണം ഇങ്ങനെ ഇന്നോടത്ത് പോയിട്ട് എനിക്ക് ഇന്ന അനുഭവമാണ് ഉണ്ടായത് നമുക്ക് പറയണതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവരെ മരിച്ചുപോയ മാതാപിതാക്കന്മാരെ കബറ് കിടക്കണവരൊക്കെ വിളിച്ച് പോയി നമ്മളിതൊക്കെ പറയേണ്ട. ഒരു പക്ഷേ നാളെ എല്ലാ തീരുമാനങ്ങളും എല്ലാവരും തീരുമാനിച്ച് അന്വേഷിച്ച് പിടിച്ച് അതൊരു റസൂലിൻ്റെ വകയിലുള്ള ഒരു തങ്ങളാണെന്ന് തെളിഞ്ഞാൽ അങ്ങനെ ഞാൻ പറയണുള്ളൂ കേട്ടോ. തെളിഞ്ഞാൽ നമ്മൾ പറയുന്നതെല്ലാം നമ്മൾ തിരിച്ചെടുക്കേണ്ടി വരില്ലേ? അപ്പോൾ എല്ലാവർക്കും ഈമാനും ആഫിയത്തും ദീർഘായുസ്സും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും മറ്റുള്ളവർക്കും എന്നെ കമ്മീഷൻ വാങ്ങിയോ എന്ന് ചോദിച്ചവർക്കും മാണിക്കക്കല്ലിന് എത്ര കിട്ടിയ അങ്ങേ ഭാഗം നിന്നതിനെന്ന് ചോദിച്ചവർക്കും എല്ലാവർക്കും അള്ളാഹു ഈമാനും ആഫിയത്തും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും എൻ്റെ വീഡിയോ ഇടുമ്പോൾ കാണാൻ നിങ്ങൾ വേണം, വീഡിയോ ഇടാൻ ഞാനും വേണം. അപ്പോൾ അതിന് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമലൈക്കും. വീണ്ടും ഞാൻ പറയണം, എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ആരെങ്കിലും വേദനിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ എനിക്ക് പുറത്ത് തരണം. ഞാൻ ആ ഒരു വീഡിയോയിൽ അത് ഇടാത്തത് കൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എന്തോ ഒരു ഇതിൽ പിറ്റേ ദിവസം രാവിലെ പെരിന്തൽമണ്ണക്ക് പോകണം, ആശുപത്രിക്ക് പോകണം. പെട്ടെന്ന് അത് കിട്ടിയ ശരി താത്ത പറയുന്നത് എങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചൊരു വീഡിയോ പെട്ടെന്ന് വന്ന് ചെയ്തതിൽ അതിൽ ഞാൻ മറന്നു പോയതാണ് അങ്ങനെ ഒരു വാക്ക് പറയാൻ. ഇതിൽ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.